കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്നൊരു വേദിയാണ്. കാരണം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടിഞ്ഞ് വീഴാം, BP ചേഞ്ച് ആവാം, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ വരാം. അങ്ങനെ ഏത് നിമിഷവും ഒരു ഡോക്ടറുടെ സഹായം വേണ്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന കലോത്സവ വേദി എന്ന് പറയുന്നത്. അവിടെയാണ് സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാരെല്ലാം ചേർന്ന് DMOക്ക് ഒരു കത്ത് കൊടുത്തത്. അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, അതായത് ഞങ്ങൾ സേവനം ചെയ്യില്ല എന്നാണ് ഇവർ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ന്യായമായ ഒരു കാര്യത്തിനാണോ ഇവർ പണിമുടക്കിയതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ന്യായമായ കാര്യത്തിനാണെങ്കിൽ പോലും ഇത്തരമൊരു സാഹചര്യത്തിൽ അവർ ഒരിക്കലും പണിമുടക്കാൻ പാടില്ല. കാരണം ഇതൊരു പ്രത്യേക സാഹചര്യമാണല്ലോ, കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ്. അവിടെയാണ് ഇവരുടെ തെമ്മാടിത്തം എന്ന് തന്നെ പറയാം. കാരണം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർമാരെ നമ്മൾ ദൈവങ്ങളായിട്ടാണ് കാണുന്നത്. പലപ്പോഴും ഒരു ജീവൻ ഡോക്ടറുടെ കയ്യിലാണുള്ളത്. അത്തരത്തിൽ തൻ്റെ പ്രൊഫഷനോട് നീതി പുലർത്തുന്ന ദൈവമായി നിൽക്കുന്ന ഒട്ടനവധി ഡോക്ടർമാരുണ്ട്. അവരെ നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റിവെക്കാം. ചില നാറികളായ ഡോക്ടർമാരുണ്ട്, അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു എത്തിക്സും ഇല്ലാതെ തങ്ങൾ ചെയ്ത പ്രതിജ്ഞയുണ്ട്. ഇവർ ഡോക്ടർമാരായി ചാർജ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇവർ ചെയ്യുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയുടെ അന്തസ്സ് പോലും, അല്ലെങ്കിൽ ആ പ്രതിജ്ഞ ഇവരെന്തിനു ചൊല്ലി എന്ന് പോലും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ട തരത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പല ഡോക്ടർമാരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇവർക്ക് എന്താണ്, കാശ് മാത്രം മതി.